ദൈവം ഒരുവനെ വളർത്താൻ തീരുമാനിച്ചാൽ എത്ര അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും ദൈവം വളർത്തുവാൻ തീരുമാനിച്ചവൻ വളർന്നിരിക്കും. വചനം പറയുന്നുണ്ട്, പൗലോസ് നട്ടു, അപ്പൊല്ലോസ് നനച്ചു, പക്ഷെ വളരുമാറാക്കുന്നത് ദൈവമാണ്. പൗലോസിന് നടാൻ പറ്റും, അപ്പൊല്ലോസിന് നനയ്ക്കാൻ പറ്റും, പക്ഷെ വളരണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച് വളരണമെന്നും ദൈവരാജനോട് പ്രയോജനപ്പെടണമെന്നും കർത്താവിന് അവനിൽ പ്രസാദം തോന്നിയാൽ ആര് നട്ടു ആര് നനച്ചു എന്നുള്ളതൊന്നും വിഷയമുള്ള കാര്യമല്ല. ദൈവത്തിന് ഒരുവൻ്റെ മേൽ പ്രസാദം തോന്നിയാൽ ദൈവം അവനെ വളർത്തും. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലം, ഇത് മരുഭൂമിയിൽ വളരുന്ന ഒരു ചെടിയാണ്. ഇത് ആരൊക്കെയോ ഒരു ടയറൊക്കെ വെച്ച് അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അത് വളരുന്നുണ്ട്. ഒത്തിരി കരിഞ്ഞതായ ചെടികളൊക്കെ ഇവിടെ കാണാൻ കഴിയുമ്പോൾ തന്നെ ഇത് പച്ചപിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഈ പറയുന്ന പോലെ തന്നെ നമുക്കും വിശ്വസിക്കാൻ കഴിയും. ഒരുവൻ്റെ മേൽ ദൈവം നിയോഗമുണ്ടെങ്കിൽ, ഒരുവനെ ദൈവം വളർത്താൻ ആഗ്രഹിച്ചാൽ, അവൻ പച്ച പിടിക്കണമെന്ന് ദൈവം തീരുമാനിച്ചാൽ, അവൻ വളരുന്നത് മരുഭൂമിയാണെങ്കിലും, വെള്ളം ലഭിക്കത്തില്ലെന്ന് പറയുന്ന അനുകൂലമല്ലാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞാലും ദൈവം ഒരുവൻ്റെ മേൽ തീരുമാനിച്ചാൽ അവൻ വളർന്നിരിക്കും. അപ്പോൾ ഞാൻ ആത്മാവിൽ നിങ്ങളോട് ദൂത് പറയുന്നു, നിന്റെ ജീവിതത്തിൽ എത്ര പ്രതികൂലമായ സാഹചര്യത്തിലാണ് നീ നിൽക്കുന്നതെന്ന് പറഞ്ഞാലും, നിന്നെ വളർത്താൻ ആരുമില്ല എന്ന് പറയുന്നൊരു ചിന്ത നിൻ്റെ അകത്തുണ്ടെങ്കിൽ, ഈ ദൂത് ഞാൻ ആത്മാവിനോട് സംസാരിക്കുകയാണ്. വളർത്താൻ എൻ്റെ ദൈവം നിന്നെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നീ വളരണമെന്ന് എൻ്റെ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, എത്ര വ്യക്തികൾ നിനക്കെതിരെ നിന്നാലും, എത്ര വ്യക്തികൾ നിൻ്റെ വാതിലടച്ചാലും നീ വളർന്നിരിക്കും. നീ ദൈവരാജന് പ്രയോജനമായിരിക്കും. വിശ്വസിക്കുക. ഗോഡ് ബ്ലെസ്.